എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ല പൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറിയുന്നു വായോ സുൽത്താന്റെ വേലക്കാര സുൽത്താന്റെ ജോലിക്കാരാ. ജോലിക്കാരുടെ കാര്യം എനിക്ക് പെട്ടെന്ന് നീയല്ല എന്താ പോലെ ശാരദ വീട്ടിൽ ബഹളം കേൾക്കണേ? നീയൊന്ന് പോയി നോക്കടാ. ഓ ഒരു ബഹളം ഉണ്ടാവുമ്പോ നിന്നെ പോലെ നമ്മള് ആദ്യം പോയി തല്ലി മേടിക്കണം. നീ ഒന്ന് പോയി നോക്കടാ. നിനക്കൊന്ന് പോയി നോക്കിയാലെന്താ? നിനക്കൊന്ന് നോക്കിയാലെന്താ? നീ ആള് കൊള്ളാല. മന്ത്രിയാവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ നിനക്ക്. എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ. നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ. ഇപ്പൊ അവിടെ വളർന്ന് അച്ഛകൊണ്ടിട്ടായി. എന്നും കുഞ്ഞായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടി. അവൻ കത്തറി പോയതിന്റെ പാട്ടല്ലേ ഞാനിപ്പോ പാടിയേ. അവന് വലിയ മെച്ചമില്ല. അവനെ തീറ്റ കൊടുക്കണില്ലെന്നാ കേട്ടാ. രാവിലെ ഒരു കൂട് കപ്പലിന് കൊടുക്കും, ഉച്ചയ്ക്ക് 2 ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ഒരു പയം കൊടുക്കും. അറബി ശരിയില്ലായിട്ടൊന്നുമില്ല. നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാരെ വിളിച്ച പണിയല്ലേ. അവനവന് കുരകിന്റെ വിശേഷം അവിടെ നിന്ന് കയറ്റി വിട്ടേക്കണേ. രണ്ടാമത്തെ മോൻ അവന് അബൂബക്കറ്. അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. ശമ്പളം കുറവാ മോനെ. ആകെ 250 രൂപ കിട്ടും. അതിനകത്ത് 200 രൂപയ്ക്ക് തിന്നും, ബാക്കി 50 രൂപ ഓട്ടോറിക്ഷക്കാരൻ മേടിച്ചെടുക്കും. അതായത് ഞാൻ പറഞ്ഞു നീ ഇനി പോകണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവന് 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന വീട്ടില്. മൂന്നാമത്തെ റെയിൽവേയില് ട്രെയിൻ ഓടിക്കുന്ന പണിയാണ്. അവനെ റെയിൽവേയിൽ പിരിച്ചുവിട്ടു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പിരിച്ചുവിട്ടു. പഠിച്ചവനെ ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ല. അവനൊരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിനായിട്ട് പോയിരുന്നു. എറണാകുളത്തെത്തിയപ്പോ ഇവന് ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിൻ തലവെക്കാൻ വേണ്ടി പാളത്തുള്ള ബലങ്ങനെ കിടക്കണം. ഇത് കണ്ട വയ്യോ വണ്ടി പാളന്നിട്ടിച്ചു. അതേയാണ് നമ്മുടെ മുജീബിന്റെ ഉന്നം. പക്ഷെ വണ്ടിങ്ങനെ അടുത്തെത്തിപ്പോ ഇവരെ ഓടിക്കളഞ്ഞു. പക്ഷെ നമ്മുടെ വിടുവോ? അവൻ വണ്ടിയായിട്ട് പുറകെ പോയി. ഇവനൊരു പാടം ചാടി ഓടിയോ പുറകെ തീവണ്ടിയായിട്ട്. അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കയറ്റി. പിന്നെ തൃശ്ശൂരോടൊന്ന് പാടത്തുമ്പോ കയറ്റി നേരെ ബോംബെക്ക്.